മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും രാഷ്ട്രീയ പോരിന് വേദിയായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള മുസ്ലിം ജമാഅത്ത് ജാഥയുടെ സമാപന വേദി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാത്തത് LDF സർക്കാരിന്റെ നേട്ടമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. എന്നാൽ പരിപാടി രാഷ്ട്രീയ സമ്മേളനമല്ലെന്നായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി. കേരളത്തിൽ നടന്നിട്ടുള്ള മാറാട് ഉൾപ്പെടെയുള്ള വർഗീയ കലാപങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ നിലപാട് എടുത്തതിനാലാണ് കഴിഞ്ഞ 10 വർഷമായി ഒരു വർഗീയ സംഘർഷവും ഉണ്ടാകാത്തത്. ന്യൂനപക്ഷം കേരളത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. കേരളം ശാന്തി തീരം. അധികാര കേന്ദ്രങ്ങളിൽ തങ്ങളുണ്ടെങ്കിലേ ചിലർക്ക് കാര്യങ്ങൾ ലഭിക്കൂ എന്ന് ചിലർ പറയുന്നുണ്ടെന്നും പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി. മുസ്ലിം ജനവിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരായി മുദ്രകുത്താനും അവരെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ അരങ്ങേറുകയാണ്. മുഖ്യമന്ത്രി വേദിയിൽ നിന്നിറങ്ങിയതിനു പിന്നാലെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് മറുപടിയുമായി രംഗത്തെത്തി. മതേതരത്വം പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ്. മറുവശത്ത് വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. കാറിൽ കയറ്റിയാൽ പ്രശ്നമില്ലെന്നും ഇരട്ടത്താപ്പ് പാടില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. എന്നാൽ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പൂർണ്ണമായും തള്ളിയായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മുഖ്യപ്രഭാഷണം. ഞങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇവിടെ മുമ്പോട്ട് പോകുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ജനുവരി 1 കാസർകോട്ട് നിന്ന് ആരംഭിച്ച യാത്രയാണ് തിരുവനന്തപുരത്ത് സമാപിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.